ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന്റെ ഭാഗമായി നടത്തി വരുന്ന ഈ സൂം കൂട്ടായ്മയിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവശക്തനായ ദൈവം ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ബീന അജയ് സിസ്റ്ററിനും ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ കടന്നു വരുവാനുള്ള സാഹചര്യം ദൈവം മുഖാന്തരം ഒരുക്കിയത് പരമലയോട് ചേർന്ന ഭാഗത്ത് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന പ്രിയ റീന സിസ്റ്ററോടുള്ള ബന്ധത്തിലാണ്. ഞാൻ ആ ബൈബിൾ കോളേജിൽ ഒരു ദിവസം രാവിലെയും വൈകിട്ടത്തെ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷകൾ അവിടെ ആയിരിക്കുമ്പോഴാണ് പ്രിയ റീന സിസ്റ്ററെ പരിചയപ്പെടുവാനും ദൈവം എനിക്ക് അവസരങ്ങളെ നൽകിയത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഞാൻ ക്രിസ്തുവിൽ വന്ദനവും നന്ദി അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആസ്പദമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. സ്തോത്രം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗത്തിനകത്ത് ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനുള്ള 3 കാര്യങ്ങൾ ദൈവാത്മാവ് ഇതിനകത്ത് സന്ദേശമായി നൽകിയിട്ടുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ചരിത്രം അറിയാം. സകലത്തിന്റെയും തുടക്കം കുറിക്കുന്ന ഒരു പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. മനുഷ്യന്റെയും ഭൂമിയിലെ സകല ചരാചരങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും ഭൂമണ്ഡലത്തിന്റെയും എന്തൊക്കെയുണ്ടോ സകലത്തിന്റെയും തുടക്കം കുറിക്കുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഇത് രാത്രിയിൽ നാളുകളായി കെട്ടിക്കിടക്കുന്ന, നാളുകളായി തടയപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ഒരു പുതിയ തുടക്കം തരുവാൻ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന് ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം ഇപ്രകാരമാണ്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, ദൈവം ഒരു മനുഷ്യനെ വിളിക്കുന്ന വിളി അവന്റെ ജീവിതത്തിനകത്ത് അത് പൂർത്തീകരിക്കുവാൻ ആ മനുഷ്യൻ എടുക്കുന്ന 3 കാര്യങ്ങളെ കുറിച്ച് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ 3 സന്ദേശങ്ങൾ ലഭിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാനിത് ഈ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് രാത്രിയിൽ ദൈവവചനം ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ പ്രസ്താവിക്കപ്പെടുന്ന ദൈവവചനങ്ങൾ നിങ്ങളോട് ഇടപെടേണ്ടതിനും ദൈവം തൻ്റെ ആത്മാവിനാൽ കർത്താവിൻ്റെ ഹിതം അടിയന് വെളിപ്പെടുത്തേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഈ വേദഭാഗം പഠിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ വിളിച്ചിറക്കുന്ന ഒരു വേദഭാഗമാണ്. സ്തോത്രം. നമുക്കറിയാം, ഈ അധ്യായത്തിൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഓർക്കുന്ന വ്യക്തി അബ്രഹാമാണ്. സ്തോത്രം. ഈ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത വലിയ പ്രവൃത്തിയുണ്ട്. സ്തോത്രം. തന്നോട് പറഞ്ഞ അനുഗ്രഹങ്ങളെ ദൈവം എങ്ങനെയാണ് പൂർത്തീകരിച്ചത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇത് കേൾക്കുമ്പോൾ നാളുകളായി കേട്ട ദൂതുകളും നാളുകളായി കേട്ട പ്രവചന ശബ്ദങ്ങളും ജീവിതത്തിൽ വെളിപ്പെടുവാൻ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ 3 കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. 12-ാം അധ്യായം 1 മുതൽ 3 വരെ പഠിക്കുമ്പോൾ ഏകദേശം 6 കൂട്ടം അനുഗ്രഹങ്ങളെ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. സ്തോത്രം. നമുക്കറിയാം, അബ്രഹാമിന്റെ ചരിത്രം എന്ന് പറയുന്നത് കൽദയ പട്ടണമായ ഊരിൽ നിന്ന്, സ്തോത്രം, തേരഹിന്റെ മകനായ അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ 12-ാം അധ്യായം എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ ഈ അധ്യായം പഠിക്കുമ്പോൾ ആദ്യം ദൈവസന്നിധിയിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെ പിതാവായ തേരഹാണ് സത്യത്തിൽ അവിടം വിട്ടു പോകുവാൻ ആഗ്രഹിച്ചിറങ്ങിത്തിരിച്ചത്. സ്തോത്രം. എന്നാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഹാരാനിൽ വെച്ച് ലോകത്തിൽ നിന്ന് ഇഹലോകവാസം പിടിയുന്നു. സ്തോത്രം. തുടർന്നാണ് തേരഹിന്റെ മകനായ അബ്രഹാം
ദൈവസന്നിധിയിലേക്കും ദൈവശബ്ദത്തിന്റെ മുമ്പിലേക്കും ഇറങ്ങിത്തിരിക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നിരവധി ആത്മീയ ദൂതുകളും നിരവധി ആത്മീയ പ്രവചന ശബ്ദങ്ങളൊക്കെ കേട്ടിട്ടും ഇന്ന് രാത്രിയിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആ ദൂതുകളൊന്നും വെളിപ്പെടുന്നില്ല? സ്തോത്രം. എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും, എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ഇത്ര തീക്ഷ്ണതയോടെ അന്വേഷിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഈ ദൂതുകൾ എന്തുകൊണ്ട് വെളിപ്പെടുകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിന് ഏറ്റവും എളുപ്പമായ 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. നമുക്കറിയാം, അബ്രഹാമിന്റെ പാരമ്പര്യം ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുന്നത്. സ്തോത്രം. വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ കൽദയ പട്ടണത്തിൽ പലവിധമായ ദൈവങ്ങളെ വിറ്റും, സ്തോത്രം, പലവിധമായ രൂപങ്ങളിൽ ദൈവങ്ങളെ പണിതും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വലിയ കുടുംബത്തിൽ നിന്നാണ് അബ്രഹാം ദൈവശബ്ദം കേൾക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ പറയുന്ന 6 അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രി ഞാനും നിങ്ങളും വളരെ സന്തോഷപൂർവ്വം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി അബ്രഹാമിനോട് ചോദിച്ചാൽ, അബ്രഹാമേ, എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുവാനുള്ള കാരണം? സ്തോത്രം. പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ നിരവധി ആലോചന കേട്ടിട്ടും ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് പലപ്പോഴും ചോദിച്ചിട്ടില്ലേ, ദൈവമേ, എന്തുകൊണ്ടാണ് ഏതെല്ലാം ദൈവദാസന്മാർ എന്നോട് ആലോചന പറഞ്ഞു, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ആലോചനയൊന്നും വെളിപ്പെടാത്തത്? പ്രിയപ്പെട്ടവരെ, ഈ 12-ാം അധ്യായം പഠിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? വിളിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. സ്തോത്രം. നോക്കണം, ഒന്നാമത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. സ്തോത്രം. ഈ അധ്യായം പഠിക്കുമ്പോൾ അബ്രഹാം സകലതും വിട്ടെങ്കിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു കാര്യം അബ്രഹാം, സ്തോത്രം, നമുക്കറിയാം ആരാ? ലോത്ത് എന്ന് പറയുന്ന ചാർച്ചക്കാരനെ വിടുവാൻ അബ്രഹാമിന് മടിയുണ്ടായിരുന്നു. സ്തോത്രം. അതിന്റെ അനന്തര ഫലങ്ങൾ 13-ാം അധ്യായം പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ട്. സ്തോത്രം. ഈ 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? നീ പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആലോചന കേട്ടിരിക്കുകയായിരുന്നില്ല അബ്രഹാം. സ്തോത്രം. ദൈവശബ്ദം കേട്ടപ്പോൾ അതിനനുസരിച്ച് അവൻ സ്റ്റെപ്പ് വെക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവിക ആലോചന കേട്ടിട്ടും സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാതിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിനു വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുവാൻ മനസ്സ് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാനൊരു ദൂത് വിളിച്ചു പറയാ, നിങ്ങൾക്ക് വേണ്ടി അതിന് ഇരട്ടി സ്റ്റെപ്പ് വെക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാനൊരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് 2010 യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട് ഏകദേശം 7 ദിവസം എൻ്റെ ഉറക്കം പോയൊരു വ്യക്തിയാണ്. സ്തോത്രം. ആ ക്രൂശിക്കപ്പെട്ട യേശു കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. പല കാര്യങ്ങളും സംസാരിച്ച് ആ നിലവാരത്തിൽ നിന്നാണ് ഇന്ന് രാത്രി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ആയിരിക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിനനുസരിച്ച് ചലിക്കുവാൻ നാം മനസ്സു വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ നാം നടക്കുന്നത് മുഴുവൻ ദൈവത്തിന്റെ കരങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. സ്തോത്രം. അടുത്ത പദം പറയാം, കേട്ടിട്ട് അവിടെ ഇരുന്നില്ല. സ്തോത്രം. അതിനനുസരിച്ച് സ്റ്റെപ്പ് വെച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പലർക്കും ദൈവത്തിന്റെ ആലോചന കേൾക്കാൻ ഇഷ്ടമാ. സ്തോത്രം. പലർക്കും ദൈവത്തിന്റെ ദൂത് കേൾക്കാൻ ഇഷ്ടമാ. പക്ഷേ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടാത്തതിന് കാരണം ദൈവത്തിന്റെ കുഴപ്പമല്ല, ദൂതിനനുസരിച്ച് ദൂത് കേട്ടവൻ ചലിക്കണം.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രീലേഖ സിസ്റ്ററോട് ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദത്തിനനുസരിച്ച് നിങ്ങളുടെ കാലുകളെ ചലിപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ പിൻപറ്റുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങളെ വിടുവിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ അബ്രഹാം ദൈവത്തിന്റെ ദൂത് കേൾക്കുക മാത്രമല്ല, തിരുവെഴുത്തു പറയുന്നു അബ്രഹാം അവിടെ നിന്ന് പുറപ്പെട്ടു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒരു പുറപ്പാട് ജീവിതത്തിലുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുറപ്പാടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദേവദാസനെ, പ്രിയ ബിജോയ് ബ്രദറെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂത് വ്യക്തമായി നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാ. ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഈ ആണ്ട് തീരുന്നതിന് മുമ്പേ ചില യാത്രകളുണ്ടെന്ന് ദൈവാത്മാവിൽ ഞാൻ ദൂത് കൈമാറാം. സ്തോത്രം. ഇവിടെ അബ്രഹാം ദൂത് കേട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവൻ പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ പുറപ്പെടുവാൻ മനസ്സ് വെക്കുന്നവന്റെ കൂടെ അനുഗമിക്കുവാൻ യേശുവുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവവചനം അനുസരിച്ച് ചലിക്കുവാൻ തീരുമാനമെടുത്ത സ്നേഹിതരെ, ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ യേശു ഉണ്ടെന്ന്. സ്തോത്രം. നോക്കണമേ, നമുക്കറിയാം എമ്മോസിൽ, യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത നാടാകുന്ന യെരുശലേം വിട്ട്, അപ്പത്തിന്റെ ഭവനമാകുന്ന യെരുശലേം വിട്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനു ശേഷം 2 പേര് എന്ത് ചെയ്യുന്നറിയാമോ? വേറെ വഴിക്കോട്ട് പോയി. സ്തോത്രം. അതുവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന ശിഷ്യന്മാരാ. പക്ഷേ ദൈവസന്നിധി വിട്ടുപോയ ശിഷ്യന്മാരെ ദൈവം വിട്ടില്ല. അവരോട് ചേർന്ന് നടന്ന തിരുവഴുത്തുകളെ തെളിച്ചു കൊടുത്തപ്പോൾ റൂട്ട് മാറി ശിഷ്യന്മാർ യെരുശലേമിലേക്ക് മടങ്ങി വന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൂത് ജീവിതത്തിൽ കേൾക്കുമ്പോൾ ദൂതിനനുസരിച്ച് ഒരു മടങ്ങി വരവ് ദൈവസന്നിധിയിലേക്ക് വേണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ഇവിടെ അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? പുറപ്പെട്ടു. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ എനിക്ക് അധികം കാംക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ലാതെ ഒന്നും അറിയാത്തവനായി ഈ ലോകത്ത് ജീവിക്കുന്നതായി എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ് പൗലോസ്ലീഹ തിരുവഴുത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ 6 അനുഗ്രഹങ്ങൾ വെളിപ്പെടുവാൻ കേട്ടിടത്തു നിന്ന് അബ്രഹാം വിട്ടുപിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോക്കണം, സ്വന്തം ദേശം വിട്ടുപിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അല്ലേ? പ്രൈസ് ദി ലോർഡ്. പിതൃഭവനവും വിട്ടുപിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചാർച്ചക്കാരൻ ഒരുവനായ ലോത്തിനെ കൂട്ടി സഞ്ചരിച്ചു എങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിലൂടെ ഇന്ന് രാത്രി ഓൺലൈൻ മീറ്റിംഗിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാൻ കഴിഞ്ഞതിന്റെ ചരിത്രം. പ്രൈസ് ദി ലോർഡ്. അതെന്താണ് അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയുക, കർത്താവിന്റെ ശബ്ദം കേട്ട് ഞാൻ പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആരാധനയ്ക്ക് പോകാൻ ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. വിട്ട് ദൈവസന്നിധിയിലേക്ക് വരുവാൻ എല്ലാവർക്കും മടിയാ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിക്കുമെന്നൊക്കെ പറഞ്ഞാലും പക്ഷേ ജീവിതത്തിൽ ദൈവ വചനത്തിനനുസരിച്ച് സഞ്ചരിക്കുവാൻ സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാവുന്ന ഒരു സഹോദരിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവര് ഗവൺമെന്റ് നേഴ്സായിരുന്നു. അവരുടെ ഭർത്താവ് ഒരു ബാങ്ക് മാനേജരാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജീവിച്ചു വളർന്ന പ്രിയ ആന്റി, പ്രൈസ് ദി ലോർഡ്, ഇന്നൊരു 64 വയസ്സ് പ്രായമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മോട്ടിവേഷൻ നൽകിയ ഒരു വ്യക്തിയാ പ്രിയ ആന്റി. പ്രൈസ് ദി ലോർഡ്. വലിയ ദേശത്ത് വലിയ കുടുംബത്തിൽ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജീവിച്ചു വന്ന തൻ്റെ ജീവിതത്തിനകത്ത് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരവസ്ഥയെക്കുറിച്ച് ആന്റി എന്നോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു സമയത്ത് കേരള ചരിത്രത്തെ TV മാധ്യമങ്ങളെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്ത് ഈ സ്ത്രീയെ അറിയപ്പെട്ടിരുന്നത് അമ്പലങ്ങളിൽ ഭജന പാടുകയും സമയം കിട്ടുമ്പോൾ വായിക്കാൻ പോകുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അവരെ ആ ദേശത്ത് അറിയപ്പെട്ടിരുന്നത് സാമിനിയമ്മയെന്ന. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിലെ ഉത്സവം നടക്കണമെങ്കിൽ സാമിയമ്മ വന്ന്
പ്രാർത്ഥിക്കണം. സ്തോത്രം. ഒരിക്കൽ ആന്റി എന്നോട് പറഞ്ഞു, അവിടെ വലിയൊരു മത്സരമുണ്ടായി. സാമിയമ്മയോട് പറഞ്ഞു, ഈ പ്രാവശ്യത്തെ ഉത്സവം ഇവിടെ നടക്കും. സാമിയമ്മ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഉത്സവം നടത്തുമ്പോൾ ആ കൊടിമരം ഞാൻ താഴെയിടും. സ്തോത്രം. നോക്കണമേ, ആന്റി എന്നോട് പറഞ്ഞ സാക്ഷ്യം ഇതാണ്. അവർ ഭജിച്ചു വന്നിരുന്ന ആ മൂർത്തിയുടെ ശക്തിയാൽ അവരുടെ കയ്യിലിരുന്ന വെറ്റ കൈകൊണ്ട് തട്ടിക്കളഞ്ഞപ്പോൾ അമ്പലത്തിൽ എടുത്തു വെച്ച കൊടിമരം ഒടിഞ്ഞു താഴെ വീണു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആന്റിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ അതിലും വലിയൊരു ശക്തി എൻ്റെ മേൽ പകർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കേരളത്തിനകത്തും പുറത്തും നിരവധി സ്റ്റേറ്റുകളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. സ്തോത്രം. മാത്രമല്ല, അവർ യേശുവിനെ അറിഞ്ഞത് നിമിത്തം ഒരു ദേശം മുഴുവൻ സകല പാർട്ടിക്കാരും അവരെ പിടിച്ചു കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഒരു ദേശത്തു നിന്നും ലക്ഷക്കണക്കിന് വിലയുള്ള വസ്തുവും വീടും വിട്ടെറിഞ്ഞിട്ട് കർത്താവിൻ്റെ സാക്ഷിയായപ്പോൾ പാതിരാത്രിയിൽ നാട്ടുകാർ വഴിയിൽ വെച്ച് ഇവരെ തടഞ്ഞു. അവരുടെ വസ്ത്രം വലിച്ചു കീറി ഭർത്താവിനെ ക്രൂരമായി മർദ്ദിച്ചു. സ്തോത്രം. എന്നിട്ടും ഞാൻ ചോദിച്ചു, ആന്റി, ഇത്രയും തീക്ഷ്ണതയോടുകൂടി ഈ ദൈവത്തെ സേവിക്കുവാനുള്ള കാരണമെന്താ? സ്തോത്രം. അവർ പറയും, ഞാൻ ഇതുവരെ സേവിച്ചതിനേക്കാൾ വലിയൊരു ശക്തിയാണ് ഇന്ന് ഞാൻ അറിയുന്ന കർത്താവിൻ്റെ ശക്തി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സകലതും നഷ്ടപ്പെട്ടവളായി ഒരു കാലത്ത് ഇറങ്ങിത്തിരിച്ച് കൂട്ടുകാർ തള്ളി, മാതാപിതാക്കൾ ഒറ്റപ്പെടുത്തി, സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയ ആ സ്ത്രീ ഇന്ന് താമസിക്കുന്നത് അവർക്ക് നഷ്ടമായതിലും അധികമായ മനോഹരമായ ഒരു ഭവനത്തിനകത്ത് ദൈവം ഇന്നവരെ താമസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാനിത് പറയുമ്പോൾ കേൾക്കുവാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അബ്രഹാം തൻ്റെ ജീവിതത്തിൽ പലതും വിട്ടുപിരിഞ്ഞപ്പോൾ ഒത്തിരി വേദനിക്കുന്ന അനുഭവങ്ങൾ ഒരു പക്ഷേ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് കാണാം. എന്നാൽ അബ്രഹാം അവയൊക്കെ വിട്ടുപിരിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ അറിയുവാൻ ലഭിച്ച, ദൈവത്തെ കണ്ടുമുട്ടുവാൻ ലഭിച്ച ആ ഒരു അനുഭവത്തെ കുറിച്ച് അബ്രഹാം പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ പിൻപറ്റിയപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം ഇന്ന് രാത്രി ഞാനും നിങ്ങളും മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പലപ്പോഴും പലരും ആരാധനയ്ക്ക് വരുന്നത് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കാര്യസാധ്യം പ്രാപിക്കുവാൻ മാത്രം ദൈവത്തെ വിളിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലരും രഹസ്യമായി സ്നാനപ്പെട്ട് രഹസ്യമായി വളരെ വിദൂരതയിൽ പോയി ആരാധിക്കുന്നവരുണ്ട്. പക്ഷേ പലതും വിട്ടുപിരിയുവാൻ അവർക്ക് മനസ്സില്ല. പ്രൈസ് ദി ലോർഡ്. പല വീടുകളിലും പാസ്റ്റർമാരും ദൈവദാസന്മാരും പ്രാർത്ഥിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പല ഭവനങ്ങളിലും പോകുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സത്യവചനത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവവചനത്തിനനുസരിച്ച് ജീവിതത്തെ ചലിപ്പിക്കുവാൻ അവർക്ക് മനസ്സില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ അറിഞ്ഞിട്ടും നാളുകളായി ദൈവത്തിന് പിന്നിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് പൂർണ്ണമായി ദൈവത്തെ പറ്റിച്ചേരുവാൻ കഴിയാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടപ്പോൾ ഞാൻ അവയൊക്കെ അങ്ങ് വിട്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പലതും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ, ചിലരും പല വിശ്വാസ ജീവിതത്തിനകത്തും പലരുടെയും കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയില് സ്വന്തം പെങ്ങൾക്ക് വസ്തു വിഹിതം കൊടുക്കാത്ത ആംഗ്ലേ വിശ്വാസിയായവരെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ചർച്ചിൽ വരുമ്പോൾ നല്ല ആരാധനയാ. സ്തോത്രം. താഴെ ഇരുന്ന് മുഴങ്കാലിൽ ഇരുന്ന പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തീ പറക്കുന്ന അന്യഭാഷയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ വിളിച്ചത് വേറൊന്നിനുമല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന് വിരോധമായി നമ്മൾ ഉയർന്നു വരുന്ന സകലത്തെയും നമുക്ക് വിട്ടേ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രിസ്തുവിന് വിരോധമായി എന്നിൽ ഉയർന്നു വരുന്ന ഏത് ഭാവത്തെയും, ഏത് വിചാരത്തെയും, ഏത് സങ്കല്പത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തെ പ്രതി
ഞാൻ പിടിച്ചടക്കിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഏറ്റവും ആഗ്രഹം എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? സകലതും എനിക്ക് പിടിച്ചടക്കണം. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ വെട്ടിപ്പിടിക്കാമോ, എങ്ങനെയൊക്കെ വെട്ടിപ്പിടിക്കാമോ, അതിന് മനുഷ്യനിന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അബ്രഹാം പറയുന്നു, ഞാൻ സകലതും വിട്ട് കർത്താവിന്റെ ശബ്ദത്തിനനുസരിച്ച് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഒരു പുറപ്പാടിന്റെ ആരംഭം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ ചലിപ്പിക്കുവാൻ തീരുമാനമെടുക്കുന്ന ദൈവമേ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. നാളുകളായി ഉത്തരമില്ലാതിരിക്കുന്ന വിഷയങ്ങളെ ഈ നാളുകൾ അവസാനിക്കുന്നതിനു മുമ്പേ ചില മറുപടികൾ നിന്റെ കാതുകൾക്കകത്ത് കേൾക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഒന്ന് പുറപ്പെടുവാൻ തയ്യാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരു കൂട്ടം അനുഗ്രഹങ്ങളെ മാത്രം പകർന്നു പോകുവാനല്ല ദൈവം ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനുള്ള ഈ എളുപ്പ വഴികൾ ദൈവാത്മാവ് എന്നോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനുള്ള കാരണം, അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ വിട്ടുപുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നാളുകളായി ഉത്തരം കിട്ടാത്ത, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത എന്തെങ്കിലും ചില വിഷയങ്ങൾ ജീവിതത്തിനകത്ത് മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ചിലതിനെ വിട്ടുകളയണം. പ്രൈസ് ദി ലോർഡ്. ചിലതിനെ വിട്ടു മുറുകെ പിടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവയൊക്കെ ഒന്ന് വിട്ടുകളഞ്ഞ് പ്രിയപ്പെട്ടവരെ, പലതും വിട്ടുകളയാത്തതാ ഇന്ന് പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിനകത്ത് മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുവാനുള്ള കാരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പിടിച്ചടക്കുവാനല്ല. പ്രൈസ് ദി ലോർഡ്. പലതും വിട്ടുകൊടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ പഠിപ്പിച്ചത് എന്താ പ്രിയപ്പെട്ടവരെ? ഉപദ്രവിക്കാൻ വന്നവനും, പ്രൈസ് ദി ലോർഡ്, തകർക്കാൻ വന്നവനും, പ്രൈസ് ദി ലോർഡ്, സകലതും വിട്ടുകൊടുക്കുന്ന മനോഭാവത്തിലേക്ക് യേശു വന്നെങ്കിൽ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത് വേറൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, പലതും വിട്ടുകളഞ്ഞ് പ്രൈസ് ദി ലോർഡ് ഒന്ന് പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വിട്ടുകളയുവാനുള്ള മനോഭാവം ഇന്ന് രാത്രി നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചത്താലും ഞാൻ എന്ത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചത്ത് കഴിഞ്ഞാൽ അവസ്ഥ എന്തുവാന്ന് അറിയാമോ പ്രിയപ്പെട്ടവര്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുമ്പോൾ പലതും വിട്ടുകൊടുക്കുവാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്കറിയാം, പാട്ടുകാരൻ പാടി, ഞാൻ നഗ്നനായി ലോകത്തേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. നഗ്നനായി തന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തൊന്നും വെട്ടിപ്പിടിക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്നും പിടിച്ചടക്കുവാനില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ അംബാസഡറുകളായിട്ടാ. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിലൂടെയാ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ, കർത്താവേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എനിക്ക് വേണ്ടി നീ ചെയ്യണം. ആഗ്രഹം നല്ലതാ. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാനാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവഹിതത്തിനനുസരിച്ച് ഒന്ന് പുറപ്പെടുവാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, നമ്മളോടൊപ്പം ദൈവം ചലിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയത്തിനകത്ത് ദൈവം ചലിക്കും പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം, ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിനകത്ത് ചില വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു സഹോദരൻ വന്നിട്ട് ചില വിഷയങ്ങൾക്കകത്ത് തന്നെ നന്നായി തെറ്റായ വാക്കുകളൊക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ മനുഷ്യനോട് എനിക്ക് മാനസികമായ നീരസം തോന്നിയെങ്കിലും പ്രൈസ് ദി ലോർഡ്, അന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ പ്രാർത്ഥനാപായിൽ ഇരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ആ മനുഷ്യന്റെ അടുത്ത് പോകണം. സ്തോത്രം. അവനോട് പോയി നീ എന്ത് ചെയ്യണം? മാപ്പ് പറയണം. പ്രൈസ് ദി ലോർഡ്. അവനോട് മാപ്പ് പറഞ്ഞിട്ടല്ലാതെ എൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതാണ് സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ, നിന്റെ സഹോദരനോട് നിനക്ക് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു നീ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? സഹോദരനോട് പോയി നിരപ്പ് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ചില വിട്ടുകൊടുക്കലിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം മാറ്റമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ചിലത് വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അർഹതയില്ലാത്തത് പലതും തരുവാൻ നമ്മുടെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട് ഇരിക്കുകയായിരുന്നില്ല. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിനനുസരിച്ച് ചലിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ സഞ്ചാരം, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ചലനങ്ങൾ ദൈവവചനത്തിനനുസരിച്ചാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം പോലും അറിയാതെ നമ്മളോടൊപ്പം ദൈവം ചലിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കണം, തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം ദാനിയേലിനെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പ്രിയ പുരുഷനായ ദാനിയേല് ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കിയ സമയം സ്വർഗത്തിൽ നിന്ന് മറുപടിയുമായി ആള് വന്നു. പ്രൈസ് ദി ലോർഡ്. പാർസി പ്രഭു തടഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷം എന്തു ചെയ്തു? ആ മറുപടി ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവവൈതലേ, നിനക്ക് പ്രതികൂലം 100 കൂട്ടം ഉണ്ടായിക്കൊള്ളട്ടെ, നിനക്ക് വിഷയങ്ങൾ 100 കൂട്ടം ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ അതിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നീ മുഴങ്കാലും അടക്കിയാൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 3-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അല്ലയോ യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. എന്നോട് എതിർക്കുന്നവർ ഒരാളല്ല, രണ്ടാളല്ല, അനേകര. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ 2 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദാവീദിന്റെ ഹൃദയത്തിനകത്തെ വിഷമം ദൈവത്തോട് പറയുക. പ്രൈസ് ദി ലോർഡ്. 3-ാം വാക്യം പഠിക്കുമ്പോൾ ദാവീദ് വിളിച്ചു പറയുകയാണ്, അല്ലയോ യഹോവേ, നീയോ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാവുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് നിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ദൈവവൈതലേ, നീ പതറിപ്പോകരുത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും എൻ്റെ പരിചയും എൻ്റെ കോട്ടയും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തല ഉയർത്തുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി ഞാനും നിങ്ങളും സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാനസിക സമ്മർദ്ദങ്ങളാൽ പല വിഷയത്തിനകത്ത് തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നാളുകളായി തല ഉയർത്തുവാൻ കഴിയാത്ത ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൈവം നിന്റെ തല ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ഫേബർ സിസ്റ്ററെ, നിന്റെ ജീവിതത്തിനകത്ത് ചില തലയുയർത്തിന്റെ അനുഭവങ്ങൾ ഈ നാളുകളിൽ ദൈവം വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നാളുകളായി നിന്റെ ജീവിതത്തിനകത്ത് നീ ആഗ്രഹിച്ചിട്ടും എത്തിപ്പെടാത്ത ചില സ്ഥാനങ്ങളിൽ ദൈവത്തിന് നിന്നെ അയക്കുവാൻ ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അബ്രഹാം ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അബ്രഹാം നമുക്ക് കാണിക്കുന്ന ഒരു മാതൃകയുണ്ട്. വാഗ്ദത്തം കേട്ടിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, വാഗ്ദത്തത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? ചലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ആരോട് ഓർമ്മിപ്പിക്കുക, കുഞ്ഞെ, നിന്റെ വാഗ്ദത്തം നിന്റെ കണ്ണു മുമ്പിൽ വെളിപ്പെടുന്ന നാളുകൾ അടുത്തിരിക്കുക. അതിനു മുമ്പേ നീ ദൈവസന്നിധിയിൽ ഒന്ന് ചലിക്ക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ അജയ് ബ്രദറെ, ദൈവാത്മാവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ശാരീരികമായി ചില ഭാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്. ചില ശാരീരികമായ ക്ലേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വിഷയത്തിനകത്ത് എനിക്കൊരു മറുപടി ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ചില ഹാർട്ട് സംബന്ധമായ വിഷയങ്ങൾ നിങ്ങളെ വല്ലാതെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, വചനത്തിനനുസരിച്ച് സഞ്ചരിച്ചാൽ പ്രൈസ് ദി ലോർഡ്, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ഇവിടെ അബ്രഹാം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശബ്ദം കേട്ട് വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ഒത്തിരി പ്രതികൂലങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി ചോദ്യം ചെയ്യലുകളുടെ അനുഭവങ്ങളൊക്കെ നിരവധിയായ പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
പ്രൈസ് ദി ലോർഡ്. എങ്ങനെ പിടിച്ചു നിൽക്കും, എങ്ങനെ വിശ്വാസത്തിൽ മുൻപോട്ട് പോകും, ഭാവി ജീവിതം എന്തായി തീരുമെന്നൊക്കെ ഒത്തിരി മാനസിക സമ്മർദ്ദങ്ങളും പലരുടെയും ചോദ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോടൊരു സന്തോഷം പറയാം. ആ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് സമ്മർദ്ദങ്ങളുടെ നടുവിൽ എനിക്ക് ആശ്വാസം നൽകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാനായിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്വർഗീയ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിരവധി തകർന്നു പോകുന്ന അനുഭവങ്ങൾ, നിരവധി തകർക്കപ്പെട്ട അനുഭവങ്ങൾ, നിരവധി ചോദ്യം ചെയ്യലിൻ്റെ അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പരസ്യമായി എന്നെ ചോദ്യം ചെയ്തവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിനകത്തും പുറത്തും പബ്ലിക് മീറ്റിങ്ങുകളിലും എന്നെ അധിക്ഷേപിച്ചവരുണ്ട്, ഒറ്റപ്പെടുത്തിയവരുണ്ട്, അപമാനിച്ചവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അവരോടൊന്നും എനിക്കൊരു പ്രതികൂലവുമില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവരോട് യാതൊരു വിധമായ പ്രതികാരവുമില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് പ്രതികൂലമായത് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പ്രതികൂലമായി പ്രവർത്തിച്ചവരും എനിക്ക് പ്രതികൂലമായി സംസാരിച്ചവരും മുഴുവനും ഇന്ന് ദൈവ കൃപയാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രതികൂലം മുഴുവൻ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അനുഗ്രഹത്തിന് വഴിയായി മാറി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ജീവിതത്തിനകത്ത് പ്രതികൂലം മാത്രമേ ഉള്ളൂ. ജീവിതത്തിനകത്ത് മാനസിക സമ്മർദ്ദങ്ങളിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ എനിക്കിന്ന് രാത്രിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പലപ്പോഴും തേങ്ങിക്കരയുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഇന്ന് രാത്രി പ്രതികൂലത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് ഇറങ്ങിത്തിരിച്ചതാണെങ്കിൽ ദൈവത്തിലെ പ്രതികൂലത്തിന്റെ നടുവിലും നിനക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി ഞാനും നിങ്ങളും സേവിക്കുന്നതോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രാത്രിയുടെ 4-ാം യാമത്തിൽ ശിഷ്യന്മാർ പടകിനകത്ത് കാറ്റും കടലും കണ്ട് വളരെ ഭാരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയിരുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. അമരം എന്ന് പറയുന്ന വള്ളത്തിന്റെ പടകിന്റെ അമരത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ആ അമരത്ത് നിൽക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലം അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അമരത്ത് നിൽക്കുന്നവൻ എവിടെ തുഴയുന്നോ അങ്ങോട്ട് മാത്രമേ അതിനകത്ത് 50 പേരുണ്ടെങ്കിലും തിരിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, അമരത്ത് തലവെച്ചുറങ്ങിയ യേശുവിനെ പ്രതികൂലം കണ്ട് ഭയപ്പെട്ട ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു, അല്ലയോ നാഥാ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. യേശു പടകിൽ എഴുന്നേറ്റ് പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെട്ടു? പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ വാക്കിനനുസരിച്ച് കടലും കാറ്റും ശാന്തമായെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ആത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാം. നാളുകളായി കുടുംബ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മാനസിക സമ്മർദ്ദങ്ങളുമായി ഇനി എങ്ങനെ ഞാൻ മുൻപോട്ട് പോകും, എനിക്കിനി ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പല രാത്രികളിൽ തേങ്ങിക്കറിഞ്ഞ അനിത സിസ്റ്ററെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചില ശാന്തത വരുത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് എഴുന്നേറ്റ് ചില ശാന്തതകൾ 2027 ഒക്ടോബർ മാസം തീരുന്നതിന് മുമ്പ് ജീവിതമാകുന്ന പടകിനകത്ത് ചില അത്ഭുതങ്ങളെ നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നു, അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ട് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് അബ്രഹാമിന്റെ ജീവിതത്തിൽ അനുഗ്രഹം നിവർത്തിക്കുവാൻ അബ്രഹാം ചെയ്ത രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ചെയ്തത്, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അബ്രഹാമിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ അബ്രഹാം പുറപ്പെടുക മാത്രമായില്ല, പുറപ്പെടുന്ന സകല ഇടങ്ങളിലും അവൻ ദൈവത്തിന് യാഗപീഠം പണിതു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതമാകുന്ന കുടുംബമാ നിന്റെ യാഗപീഠം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും പലപ്പോഴും മറുപടി ഇല്ലാതിരിക്കുന്ന പല വിഷയത്തിനകത്തും വേഗത്തിൽ മറുപടി വരുവാനുള്ള ഒരു അനുഭവം ഞാൻ പറയാം.
പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് പ്രാർത്ഥന എന്ന യാഗപീഠം നീ പണിയുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ, 1 രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ 16, 17 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഏലിയാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ മഹാപ്രവാചകൻ, പ്രൈസ് ദി ലോർഡ്, എവിടെ നിന്ന് വന്നതെന്നോ പാരമ്പര്യം ഒന്നും ദൈവത്തിന്റെ വചനം പറയുന്നില്ല. പറയുന്നു തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബിനായ ഏലിയാവ്, പ്രൈസ് ദി ലോർഡ്. ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവം തീ ഇറക്കിയാലും നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഒറ്റ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ തീ ഇറങ്ങി 450 ബാൽ വിഗ്രഹങ്ങളെയും 400 അശേര പ്രതിഷ്ഠകളെയും വെല്ലുവിളിച്ച നീതിമാനായ, പ്രൈസ് ദി ലോർഡ്, ആ മനുഷ്യൻ പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് ചെയ്തു? ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ തീ കത്തി. പ്രൈസ് ദി ലോർഡ്. ഈ തീ ഇറക്കുന്നതും തീ കത്തുന്നതുമാണ് നമുക്കിഷ്ടം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊന്നും തീ ഇറങ്ങത്തില്ല പ്രിയപ്പെട്ടവരെ. ആ അധ്യായം നാം പഠിക്കുമ്പോൾ ഏലിയാവ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഏലിയാവ് തകർന്നു കിടന്ന യാഗപീഠം പണിതു. പ്രൈസ് ദി ലോർഡ്. ആ പണിയുടെ പൂർത്തീകരണത്തിലാ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായത്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുക, നാളുകളായി കുടുംബജീവിതം മുൻപോട്ട് പോകുവാൻ കഴിയാതെ, പ്രൈസ് ദി ലോർഡ്, ഒന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ചൊന്ന് മുൻപോട്ട് പോകാൻ കഴിയാതെ, കരങ്ങൾ കോർത്ത് ഭാര്യ ഭർത്തൃ മക്കൾ ബന്ധത്തിൽ ഒരു പ്രാർത്ഥനയുടെ അനുഭവം പോലും മുൻപോട്ട് പോകുവാൻ കഴിയാതെ ആരെയൊക്കെയോ ഇന്ന് രാത്രി ഇതിനകത്ത് തേങ്ങുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ കുടുംബ ജീവിതത്തെ നീ ഒന്ന് പണിയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആദ്യമായി സ്ഥാപിച്ച വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. ആ കുടുംബ ജീവിതത്തിനകത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി വളരെ വേഗത്തിൽ വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ ബിസി ഷെഡ്യൂളിലായതുകൊണ്ട് നാം ഒന്ന് ഓർത്തു നോക്കിയേ, നമുക്ക് തിരക്കുകൾ കൂടുതലാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനേറെ പറയുന്നു, ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, മൊബൈലാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ബെഡ്റൂമിലിരുന്ന് സിറ്റൗട്ടിലിരിക്കുന്ന അച്ഛനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്ന മെസ്സേജുകളും, പ്രൈസ് ദി ലോർഡ്. അമ്മ ബെഡ്റൂമിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ വെളിയിൽ ഇറങ്ങി പോകുന്ന അനുഭവങ്ങളും, പ്രൈസ് ദി ലോർഡ്. മക്കൾ രാത്രി 11 മണിക്ക് കയറി വരുന്ന ഒരു അനുഭവത്തിലൂടെയാണ് കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു ആത്മീയ ദൂത് വിളിച്ചു പറയാം. പ്രാർത്ഥനയ്ക്കിരിക്കുന്നതിന് മുമ്പ് ദൈവ സന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കണം. കർത്താവേ, എൻ്റെ കുടുംബജീവിതമാകുന്ന യാഗപീഠത്തെ ഒന്ന് പണിയണം. പ്രൈസ് ദി ലോർഡ്. ആ യാഗപീഠത്തെ പണിയുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് ഒരുക്കണം. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് ഗിരിപ്രഭാഷണത്തിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവം നമ്മെ വിളിച്ചിറക്കിയത് ഈ ലോകത്ത് സമാധാനമില്ല. എന്തിനേറെ പറയുന്നു, കുടുംബ ജീവിതത്തിനകത്ത് ഒരുമിച്ച് താമസിക്കുന്ന ഇടത്ത് പോലും സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവം ആ സമാധാനത്തിന് മുഖാന്തരമാക്കിയിരിക്കുന്നത് എന്നെയും നിങ്ങളെയുമാ. പ്രൈസ് ദി ലോർഡ്. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നാളുകളായി ഉപവസിക്കുകയല്ലേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കർത്താവേ, എൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് ആ യാഗപീഠം പുതുക്കി പണിയേണ്ടത് എൻ്റെ കടമയാണ്. സ്തോത്രം. എൻ്റെ ജീവിതത്തിനകത്ത് സമാധാനം നൽകുവാൻ നീ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, യാഗപീഠം എന്ന് പറയുന്നത് നിന്റെ കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര നാളായി പ്രിയപ്പെട്ടവരെ ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിച്ചാൽ ഇറങ്ങാത്ത തീയൊന്നും ആര് വന്നാലും ഇറങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് കരം കോർത്ത് നിങ്ങളുടെ ഭവനമാകുന്ന യാഗപീഠത്തിനകത്ത് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. പ്രൈസ് ദി ലോർഡ്. എന്തിനേറെ പറയുന്നു പ്രിയപ്പെട്ടവരെ, ജാതിയരെ ഒന്ന് തിരിഞ്ഞു നോക്കി. പ്രൈസ് ദി ലോർഡ്. കൃത്യം വൈകിട്ട് 6 മണിയാവുമ്പോൾ അവർ ഭജിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ പിൻപറ്റുവാൻ അവർ തിടുക്കം കൂട്ടും. പ്രൈസ് ദി ലോർഡ്. അല്ലേ? എനിക്കറിയാം, ഞങ്ങളുടെ അയൽപ്പക്കത്തൊക്കെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ താമസിക്കുന്നുണ്ട്. വിളക്ക് അവരൊരുക്കുന്നു, തൂക്കുന്നു, കുളിക്കുന്നു, നനയ്ക്കുന്നു. അവർ വെച്ചിരിക്കുന്ന മണ്ഡലത്തിലേക്ക് അവർ കടന്നു ചെന്ന് അവർ പ്രാർത്ഥിക്കുക. നോക്കണമേ. പ്രൈസ് ദി ലോർഡ്. യാതൊരു തിരിച്ചറിവുമില്ലാത്ത
മൂഢമായി നടക്കുന്ന മനുഷ്യർ ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് എത്ര നാളായി പ്രിയപ്പെട്ടവരെ കുടുംബബന്ധ യാഗപീഠം ഒന്ന് കത്തിയിട്ട് പ്രൈസലോ, എത്ര നാളായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രൈസലോ. ഇന്ന് പലരും പ്രവാചകന്മാരെ തേടി ഓടുകയല്ലേ പ്രൈസലോ. നിങ്ങളുടെ യാഗപീഠത്തിനകത്ത് ദൈവം അയക്കുന്ന തീയേക്കാൾ വലിയ ഒരു തീ ഈ ലോകത്തൊരു പ്രവാചകനും കത്തിക്കാൻ പറ്റത്തില്ല. പ്രൈസലോ. ഇന്ന് രാത്രി ചില തീരുമാനങ്ങൾ എടുത്തോണം. പ്രൈസലോ. കർത്താവേ, നിനക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു, പക്ഷേ പലപ്പോഴും കുടുംബമാകുന്ന ജീവിതത്തിനകത്ത് ഈ യാഗപീഠം ഒന്ന് പുതുക്കി പണിയാൻ സാധിക്കുന്നില്ല. പ്രൈസലോ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരു സോറി പറഞ്ഞാൽ മാറുന്ന കാര്യം ഇന്ന് കുടുംബ കോടതി കിടക്കുകയാണ്. സ്തോത്രം. പ്രൈസലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസ് ആരുടെയാന്ന് ചോദിച്ചാൽ പ്രൈസലോ മറ്റാരുടെ അല്ല. പ്രൈസലോ. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചവരുടെ ജീവിതമാണ്. പ്രൈസലോ. ഇന്ന് രാത്രി ഞാൻ മറന്നു പോകല്ലേ. പ്രൈസലോ. എവിടെയൊക്കെയോ നാളുകളായി കുടുംബജീവിതത്തിനകത്ത് ഈ ദൈവത്തിന്റെ യാഗപീഠം പണിയുവാൻ സാധിച്ചിട്ടുണ്ടോ? പ്രൈസലോ. ചിലർക്ക് ജോലി ഉണ്ടാകാം. പ്രൈസലോ. പക്ഷേ ഈ സാഹചര്യത്തിനകത്ത് നിങ്ങൾ സമയം കണ്ടെത്തണം. പ്രൈസലോ. ഏത് സാഹചര്യത്തിനകത്തും നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. പ്രൈസലോ. അല്ലേ? ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാലോ 4 മണിക്കൂർ മുമ്പ് അപ്പോയിന്റ്മെന്റ് എടുത്ത് എന്ത് ചെയ്യും? ടോക്കണും മേടിച്ച് അവിടെ വായി നോക്കിയിരിക്കും. പ്രൈസലോ. നോക്കണമേ, കൃത്യസമയം ഒരു ദിവസം രാവിലും രാത്രിയിലും ദൈവസന്നിധിയും മുഴങ്കാലം അടക്കുവാൻ ഞാനും നിങ്ങളൊരു തീരുമാനം എടുത്ത് പ്രൈസലോ. ആദ്യം 1-2 ദിവസമൊക്കെ ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അതെല്ലാം അങ്ങ് മറക്കും. പ്രൈസലോ. ഫ്ലൈറ്റിന് പോകണമെങ്കിൽ 3 മണിക്കൂർ മുമ്പേ എയർപോർട്ടിൽ ചെല്ലും. പ്രൈസലോ. 2.5 മണിക്കൂർ മുമ്പേ യാത്ര പുറപ്പെടും. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. നാളുകളായി നിന്റെ കെട്ടിക്കിടക്കുന്ന വിഷയത്തിനകത്ത്, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാതിരിക്കുന്ന വിഷയത്തിനകത്ത് കുടുംബമാകുന്ന യാഗപീഠം നീ ഒന്ന് പുതുക്കി പണിത് അവിടെ ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും. പ്രൈസലോ. ചില തലമുറകളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചില പ്രവർത്തി കൊണ്ടുവരും. പ്രൈസലോ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുക. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അബ്രഹാം അനുഗ്രഹം പ്രാപിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം അവൻ തന്റെ ജീവിതത്തിൽ യാഗപീഠം പണിതു. പ്രൈസലോ. ഇന്ന് രാത്രിയിൽ പൊളിഞ്ഞു കിടക്കുന്ന യാഗപീഠം പണിയണമേ പ്രിയപ്പെട്ടവരെ. പ്രൈസലോ. ഒരു വാക്കിൽ ക്ഷമിക്കുവാൻ കഴിയാത്ത നിരവധി അനുഭവങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്തുണ്ടാകാം. പ്രൈസലോ. കർത്താവ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കോപം അർദ്ധരാത്രിയിലേക്ക് നീളരുത്. പ്രൈസലോ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ കോപത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞു തീർക്കണം. പ്രൈസലോ. അല്ലേ? ചിലരുടെ കല്യാണം കഴിഞ്ഞിട്ട് 40-50 വർഷമായി. ഇന്നും പണ്ടത്തെ ജീവിതത്തിൽ നടന്ന ഒരു ട്രാജഡി പറഞ്ഞുകൊണ്ട് മാനസികമായി കോപവും ക്രോധവും വെച്ചു പുലർത്തുന്ന നിരവധി പേരുണ്ട്. പ്രൈസലോ. പ്രാർത്ഥന നല്ലതാ, ഉപവാസം നല്ലതാ, പക്ഷെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒന്ന് തിരിച്ചറിയണമേ. പ്രൈസലോ. ഒരു സോറി പറഞ്ഞ് ചേർന്നിരിക്കേണ്ട ഭാര്യ ഭർത്താക്കന്മാർ ഇന്ന് പലപ്പോഴും വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പേരിൽ 2 തട്ടില. പ്രൈസലോ. പ്രൈസലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മീയ ദൂത് വിളിച്ചു പറയാം. അബ്രഹാം അനുഗ്രഹം പ്രാപിച്ചതിന്റെ രണ്ടാമത്തെ കാരണം യാഗപീഠം പണിതു. പ്രൈസലോ. നിങ്ങൾക്ക് വലിയ ബിസി ഷെഡ്യൂൾ ഉണ്ടാകാം. പ്രൈസലോ. നിങ്ങളുടെ ജീവിതത്തിൽ തിരക്കേറിയ നിരവധി അനുഭവങ്ങൾ ഉണ്ടാകാം. പ്രൈസലോ. വലിയ മീറ്റിങ്ങുകൾ ഉണ്ടാകാം. പ്രൈസലോ. എന്നാൽ അതിന് മുമ്പേ കുടുംബമാകുന്ന യാഗപീഠത്തിനകത്ത് ദൈവത്തിന്റെ വചനമാകുന്ന തീ കത്തണം. പ്രൈസലോ. ഇത് രാത്രിയിൽ എത്ര പേർ തീരുമാനമെടുക്കും? പ്രൈസലോ. നാളുകളായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാലങ്ങളായി. പ്രൈസലോ. നാളുകളായി ഒരുമിച്ചിരുന്ന ചില വിഷയങ്ങൾക്ക് ഒരു ക്ഷമ ചോദിച്ചിട്ട് എത്ര നാളായി? പ്രൈസലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ശ്വാസം വിട്ടുപോയ ഒന്നുമില്ല. പ്രൈസലോ. ഈ വാശിയും വൈരാഗ്യവും പ്രൈസലോ ഈ ഹെഡ് വെയിറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ലോകത്ത് തീരും. പ്രൈസലോ. ജീവിച്ചിരുന്ന സന്തോഷത്തോടു കൂടി ഏത് കാര്യവും പറഞ്ഞു തീർക്കുവാനുള്ള മനോഭാവം ഉണ്ടാകണം. പ്രൈസലോ. പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വീഴ്ചകൾ വരാം. പ്രൈസലോ. കോപം വരാം. പ്രൈസലോ. വാശി വരാം, വൈരാഗ്യം വരാം. പക്ഷേ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലം അടക്കുന്നതിന് മുമ്പേ പരസ്പരം ഏറ്റുപറയുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. പ്രൈസലോ. തിരുത്തേണ്ടത് തിരുത്തുവാൻ തക്കവണ്ണം ഒരു മനോഭാവം ജീവിതത്തിനകത്ത് ഉണ്ടാകണം. പ്രൈസലോ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അബ്രഹാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്.
തൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വാക്തത്വം വെളിപ്പെടുവാനുള്ള രണ്ടാമത്തെ കാരണം ഈ പൊളിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ പണിതു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം പോയിടത്തൊക്കെയും നാം ഒന്ന് ഓർത്തു നോക്കിയേ പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു അബ്രഹാം യാഗപീഠം പണിതു. പ്രൈസ് ദി ലോർഡ്. അടുത്ത പദം പറയുന്നു അവൻ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. സോറിയും കാര്യമൊക്കെ നല്ലതാ, പരസ്പരം തെറ്റിദ്ധാരണകളും മാറ്റുന്നതും നല്ലതാ. പക്ഷെ അബ്രഹാം പറയും മൂന്നാമത് തൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തെ ആരാധിക്കുവാനുള്ള മനോഭാവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. ആരും ആരാധിക്കുന്നതും നമുക്കൊരു വിഷയമല്ല, പക്ഷെ നമ്മൾ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു ഈ കൂടിയിരിക്കുന്ന എത്ര പേരുണ്ടോ ഇവരാരും ആരാധിക്കുന്നില്ലെങ്കിലും തീരുമാനമെടുത്തിട്ടുള്ള വ്യക്തി ആരാധിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ ദൈവത്തെ ആരാധിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ ശമരിയ സ്ത്രീ അല്ലേ, യേശു യാക്കോബിന്റെ കിണറിനരികിൽ വന്നിരുന്ന ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിച്ചു. യാതൊരു സമ്പർക്കവും പുലർത്തുവാൻ കഴിയാത്ത ഒരു അനുഭവത്തിലൂടെ ശമര്യരും യഹൂദന്മാരും കടന്നുപോയത്. വെറുക്കപ്പെട്ടവരെ പോലെ കണ്ടിരുന്ന ശമര്യരുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു വന്നപ്പോൾ മാറ്റമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ശമരിയ സ്ത്രീ യേശുവിനോട് സംസാരിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലെ കുറവുവശങ്ങളെ വ്യക്തമായി യേശു വെളിപ്പെടുത്തി. ഇപ്പോഴുള്ള നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവളോ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് അവൾ ഭൗതിക വിഷയത്തിനകത്ത് കൊണ്ടുവന്ന കലം വെച്ചിട്ട് അവൾ ശമരിയ പട്ടണത്തിലേക്ക് ഓടി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൾ പറഞ്ഞു ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് ആ മലയിലും ഈ മലയിലും യെരൂശലേമിലും ഒക്കെയാ. യേശു എന്തുവാ പറഞ്ഞത്? ദൈവത്തെ ആരാധിക്കുന്നവർ സത്യനമസ്കാരികളായിരിക്കണം. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി ദൈവവൈതലേ, ഈ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ലഭിച്ചതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. എന്നേ ഈ ലോകത്ത് നിന്ന് പട്ടുപോകാമായിരുന്നു, എന്നേ നാശത്തിന്റെ വഴിയിലേക്ക് നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ സർവശക്തനായ ദൈവം യുഗങ്ങൾക്ക് മുമ്പേ, അനാദികാലങ്ങൾക്ക് മുമ്പേ, ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിനു മുമ്പേ ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും കണ്ടതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഇന്ന് രാത്രി ദൈവം നമുക്ക് ഭാഗ്യം തന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം പ്രിയപ്പെട്ടവരെ? പ്രൈസ് ദി ലോർഡ്. കുറച്ച് കൈയടിച്ച് 4 അന്യഭാഷ പറഞ്ഞ ആരാധനയാകുമോ? ഇല്ലേ, ഇല്ല. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 12-ാം അധ്യായം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ഇവിടെ എഴുതിയിരിക്കുന്നു. പൗലോസ് പറയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരാധനയിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. ശരീരം ദൈവത്തിന്റെ മന്ദിരം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തുള്ള 150 കൂട്ടം കാര്യം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. ദൈവാത്മാവ് വസിക്കുന്ന സ്ഥലമാണ് ഈ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവത്തെ വിശുദ്ധിയോടുകൂടി ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൊരു ദൈവദാസൻ തൻ്റെ പ്രസംഗത്തിനകത്ത് സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന ദൈവദാസൻ ഇപ്രകാരം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. അല്ല, ആരാധനയിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു സഭയ്ക്കകത്ത് നിന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ തൻ സഞ്ചരിച്ച ബൈക്കിന്റെ മിററിനകത്തൂടെ നോക്കുമ്പോൾ അധികം ആൾവാസമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് പുക പൊട്ടി പുറപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതെന്താണെന്ന് അറിയുവാൻ ദേവദാസന്റെ യാത്രയിൽ ഒന്ന് ചവിട്ടി നിർത്തി ഗ്ലാസ്സിൽ തന്നെ നോക്കിയപ്പോൾ ദേവദാസൻ പറഞ്ഞു, പരിചയമുള്ള ഒരു മുഖം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഓർമ്മ വന്നു. പ്രൈസ് ദി ലോർഡ്. ആ ബൈക്കും എടുത്ത് മടങ്ങി ചെന്നപ്പോൾ
വേറൊന്നുമല്ല. ദിവാസം പറയുക, പ്രൈസലോ, ആരാധനയ്ക്കകത്ത് ആലയത്തിൽ ഇരിക്കുന്നവൻ പ്രൈസലോ പബ്ലിക്കിൽ ആരും കാണാതെ സിഗരറ്റ് വലിക്കുക. പ്രൈസലോ, പ്രിയപ്പെട്ടവരെ, സിഗരറ്റ് തൻ്റെ പാപത്തെ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ സിഗരറ്റിൽ നിന്ന് പുറപ്പെടുന്ന പുക നിമിത്തം ആ മനുഷ്യനെ ദൈവദാസൻ ശാസിക്കുവാനോട് വന്നു. പ്രൈസലോ, ഇങ്ങനെ പല അനുഭവങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. പ്രൈസലോ, തൻ്റെ ജീവിതത്തിൻ്റെ അകത്തെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാത്ത നിരവധി അനുഭവങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ നടമാടുന്നുണ്ട്. പ്രൈസലോ, യോസേഫിന്റെ ജീവിതത്തിനകത്തും നമുക്കറിയാം, അനുഭവങ്ങളുടെ സാഹചര്യത്തിനകത്ത്, തെറ്റിലേക്ക് പോകുന്ന അനുഭവത്തിനകത്ത് യോസേഫ് പൊത്തിഫേറിന്റെ ഭാര്യയോട് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ ഈ മഹാപാപം ചെയ്ത് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവവൈതലേ, ഇങ്ങനെ ഒരു മനോഭാവം നിന്റെ അകത്തുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നീ ഒരു ദൈവ പൈതലാണ്. നിനക്ക് പലതിനും പരിമിതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് പലതിനോടും ചേർന്ന് നിൽക്കുവാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പലതിനെയും വിട്ടുകളയുന്ന അനുഭവത്തിലൂടെ നിനക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതാ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാ. പ്രൈസ് ദി ലോർഡ്. ഈ മന്ദിരത്തെ എന്ത് ചെയ്യരുത്? അശുദ്ധമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇന്ന് നിരവധി ഫോൺ കോളുകൾ വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഫോണിനകത്തും ചാറ്റിങ്ങിനകത്തും തകർന്നു പോകുന്ന നിരവധി കുടുംബ ബന്ധങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. മക്കളെ ഉപേക്ഷിച്ച സഹോദരിമാർ ഇന്ന് പുതിയ സ്ഥലങ്ങളിൽ തേടി പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെയൊക്കെ ജീവിതം കൊലപാതകത്തിലേക്ക് അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം മറന്നു പോകരുത്. നാളെ നമ്മളുടെ ജീവിതം എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഒരു തിരിച്ചറിവുണ്ടാകണം, ഞാനൊരു ദൈവ പൈതലാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ചില വിഷയങ്ങൾക്കകത്ത് സ്റ്റോപ്പ് പറഞ്ഞേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എല്ലാ ബന്ധവും പിന്തുടരുവാൻ സാധിക്കില്ല. എനിക്ക് എല്ലാ ബന്ധവും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. കാരണം വേറൊന്നുമല്ല, ഞാനൊരു ദൈവ പൈതലാണെന്ന ബോധ്യം ഒരു ദൈവ പൈതലിനെ ഭരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയാ പ്രിയപ്പെട്ടവരെ, തന്റെ ശരീരം അശുദ്ധമാക്കാനുള്ള അവസരത്തിനകത്തും യോസേഫ് ദൈവത്തെ ഓർത്തു. താനൊരു ദൈവ പൈതലാണെന്ന ബോധ്യം യോസേഫിന്റെ ജീവിതത്തിനകത്തുണ്ടായി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, ആരാധനയെക്കുറിച്ച് വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ പുതുക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം, പഠിച്ച സമയത്ത് SLC കഴിയുമ്പോൾ, തുടർ പഠനമൊക്കെ കഴിയുമ്പോൾ എംപ്ലോയ്മെന്റിൽ കൊണ്ടുവന്ന് 5 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും? പുതുക്കാൻ കാർഡ് ഇടും. ആ പുതുക്കലല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, വല്ലപ്പോഴും അല്ല, പുതുക്കലല്ല, ദിനംതോറും മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണം. എന്താ ദൈവത്തിന്റെ ഹിതം? പ്രൈസ് ദി ലോർഡ്. വലിയൊരു ലക്ഷറി കാർ വെക്കുന്നതോ, പ്രൈസ് ദി ലോർഡ്, വലിയ വീട് വെക്കുന്നതോ ഒന്നും അല്ല ദൈവത്തിന്റെ ഹിതം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയുള്ള ബന്ധത്തിൽ പറഞ്ഞു. 1 തെസ്സലോനിക്ക 4:3 വരുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധി കൂടാതെ ഒരിക്കലും ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഷോ കാണിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകം കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് 6 അനുഗ്രഹങ്ങൾ വെളിപ്പെടുവാനുള്ള 3ാമത്തെ കാരണം, അവൻ ദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ചുമ്മാതല്ലേ ആരാധിച്ചത്, ശരീരങ്ങളെ വെടിപ്പാക്കി. പ്രൈസ് ദി ലോർഡ്. തന്റെ ഏകജാതനായ പുത്രനുമായി കടന്നു പോകുമ്പോൾ അതിന്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ ഒത്തിരി ദൈവിക ദൂതുകൾ പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. തലേ ദിവസം അവൻ ഒരുങ്ങി. പ്രൈസ് ദി ലോർഡ്. തന്നെത്താൻ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. യാഗവസ്തുവുമായി തന്റെ മകനുമായി കടന്നു പോകുമ്പോൾ വളരെ ദൂരെ നിന്ന് മോറിയ എന്ന് പറയുന്ന സ്ഥലത്ത് മല കണ്ടപ്പോൾ തൻ്റെ കൂടെ വന്ന ബാല്യക്കാരെ വിട്ടിട്ട് ദൈവസന്നിധി യാഗം കഴിക്കാൻ പോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ആത്മീയ ദൂത് വിളിച്ചു പറയാ, ആരാധനയ്ക്കകത്ത് അലങ്കോലപ്പെടുത്തുന്നതൊന്നും ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് പോകുന്നവൻ തലേ ദിവസം ഒരുങ്ങും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഒരുങ്ങുമെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, 2 പേർ ആലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയി. ഒന്നൊരു പരീശൻ, ഒന്നൊരു ചുങ്കക്കാരൻ. പരീശൻ പറഞ്ഞു, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു. എൻ്റെ കൂടെ നിൽക്കുന്നതിനെ പോലൊന്നും അല്ല, ഞാൻ വളരെ നീറ്റും വെടിപ്പുവാ. പക്ഷേ
പ്രൈസലോ. ചുങ്കക്കാരൻ ദൂരത്ത് നിന്ന് ദൈവത്തോട് നിലവിളിച്ചു നെഞ്ചത്തടിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. പ്രൈസലോ. ദൈവത്തിന്റെ വചനം പറയുന്നു, നീതീകരിക്കപ്പെട്ടവനായി ചുങ്കക്കാരൻ മടങ്ങിപ്പോയി. ഇന്ന് രാത്രിയിൽ നിന്റെ ആരാധനയ്ക്കകത്ത് ഒരു ഏറ്റുപറച്ചിലിന്റെ അനുഭവം ഉണ്ടാകണം. പ്രൈസലോ. ആ ഏറ്റുപറച്ചിലൂടെ ദൈവസന്നിധിയിൽ നിന്ന് നീതീകരണം പ്രാപിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. പ്രൈസലോ. നാളെ വിശുദ്ധ പകലാണല്ലോ. പ്രൈസലോ. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കും? ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് മൂന്നാമത് ആരാധിച്ചു ദൈവത്തെ. പ്രൈസലോ. ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ ആരാധിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത്. ഒന്ന്, സകലതും വിട്ടു പുറപ്പെടണം. പ്രൈസലോ. രണ്ട്, ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ പണിയണം. പ്രൈസലോ. മൂന്ന്, ശരീരങ്ങളെ ദൈവത്തിന്റെ മന്ദിരമാക്കി മാറ്റണം. പ്രൈസലോ. രണ്ട്, അടുത്ത പദം പറയുന്നു, മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസലോ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഞാൻ നിങ്ങളോട് ഒരു ആത്മീയ ദൂത് വിളിച്ചു പറയാം. ഈ ലോകത്തിന്റെ കോടതികളിൽ നിരവധി തടവുപുള്ളികൾ കിടപ്പുണ്ട്. പ്രൈസലോ. അപ്പനെ കുത്തിയവരും അമ്മയെ കൊന്നവരും 14 വർഷത്തിന് വേണ്ടി ജയിലിൽ അടയ്ക്കപ്പെട്ടവരും ഒക്കെ ഉണ്ട്. പ്രൈസലോ. പക്ഷെ ഇവരുടെ ജീവിതത്തിനകത്ത് കുറച്ചുനാൾ ഇവർ ജയിലിൽ വളരെ മര്യാദയ്ക്ക് നടക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിനകത്ത് ഈ ലോകത്തിന്റെ ജഡ്ജി വിധിക്കുന്ന ഒരു കാര്യമുണ്ട്, അവനൊരു പരോള് കൊടുക്കും. പ്രൈസലോ. പരോള് കൊടുക്കുന്ന കല്യാണത്തിന് പോകാനൊന്നും അല്ല. പ്രൈസലോ. അവന് അനുവദിക്കപ്പെട്ട സമയത്തിനകത്ത് അവൻ ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമോ ഇല്ലയോ എന്ന് ഈ ലോകത്തിന്റെ കോടതിയിലെ ന്യായാധിപൻ നോക്കും. പ്രൈസലോ. കോടതിക്കകത്തും പുറത്തും അവന്റെ നടപ്പിന് മാറ്റം വരുമെങ്കിൽ പ്രൈസലോ, ഈ ലോകത്തിന്റെ ന്യായാധിപൻ അവന്റെ ശിക്ഷയ്ക്ക് ഇളവ് മാറ്റും. പ്രൈസലോ. അവന്റെ ശിക്ഷയ്ക്ക് കാഠിന്യം കുറയ്ക്കും. പ്രൈസലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവപൈതലേ, ദൈവം ഇന്ന് രാത്രി സസൂക്ഷ്മമായി നമ്മെ നോക്കുകയാണ്. പ്രൈസലോ. ഇന്ന് രാത്രിയിലെ ദൈവവചന കേൾവി നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നുണ്ടോ? പ്രൈസലോ. ഒരു നല്ല നടപ്പിന്റെ അനുഭവത്തിലേക്ക് നിന്റെ ജീവിതത്തെ നിനക്ക് മാറ്റുവാൻ സാധിക്കുന്നുണ്ടോ? പ്രൈസലോ. ഒരു നല്ല നടപ്പിലേക്ക് നീ നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസലോ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് ഒരു ദൈവിക സാന്നിധ്യത്തിന്റെ നടുവിലാണ്. ഈ ഓൺലൈൻ മീറ്റിംഗിലായിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിനകത്ത് ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസലോ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ശോധന ചെയ്യുന്ന ദൈവമാണ്. പ്രൈസലോ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നടക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. പ്രൈസലോ. നീ അറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിലില്ല. പ്രൈസലോ. പ്രിയപ്പെട്ടവരെ, പലതും നമുക്ക് മനുഷ്യനെ മറയ്ക്കാം, ഈ ലോകത്തെ മറയ്ക്കാം, ജീവിത പങ്കാളിയെ മറയ്ക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ മറിച്ച് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസലോ. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിൽ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ സമുദ്രത്തിന്റെ അടിയിൽ പോയി പാർത്താലും നിന്റെ കൈ എന്നെ പിടിക്കും, ഞാൻ നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും നിന്റെ കരം എന്നെ താഴെ ഇറക്കും. പ്രൈസലോ. ഇന്ന് രാത്രി ദൈവത്തിലെ അനുഗ്രഹിക്കപ്പെടുവാനുള്ള 3 കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വ്യക്തമായി ഓർമ്മിപ്പിച്ചു. ഒന്ന്, കർത്താവിന്റെ ഹിതമറിഞ്ഞ് അതിനുവേണ്ടി തീരുമാനമെടുത്ത് പുറപ്പെടണം. 2, ഇടിഞ്ഞുകിടക്കുന്ന യാഗപീഠങ്ങളെ പണിയണം. 3, ശാരീരികവും മാനസികവുമായി വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസലോ. പലരുടെയും ജീവിതത്തിനകത്ത് കേട്ടിട്ടുണ്ട്, നാളുകളായി പുസ്തകം എടുത്തിട്ട് ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ലാത്ത നിരവധി പേരുണ്ട്. ഈ ജീവിതത്തിൽ അയൽക്കാർ പോലും സാക്ഷ്യം പറയാത്ത പലരുമുണ്ട്. പ്രൈസലോ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്ഥിരമായി പ്രാർത്ഥനയ്ക്ക് പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പ്രൈസലോ. വീട്ടിനകത്ത് അത്രയൊക്കെ കാര്യങ്ങൾ സംസാരം കുറഞ്ഞേനെന്ന്. പ്രൈസലോ. അയൽക്കാരും അങ്ങനെ നിരവധി സാക്ഷ്യങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഒരു സമൂലമായ മാറ്റം നമുക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസലോ. ഈ പുസ്തകം പറയുന്നത് പോലെ ചിലതിൻ്റെ തുടക്കമായി മാറട്ടെ ഇന്ന് രാത്രി. പ്രൈസലോ. നാളുകളായി ജീവിതത്തിൽ മാറ്റമില്ലാതിരിക്കുന്ന അനുഭവത്തിനകത്ത് ചില തീരുമാനങ്ങൾ, ചില നന്മകളെ ദൈവം വിളിച്ചു വരുത്തും. പ്രൈസലോ.
ഫാബോസിസ്റ്ററെ, നിന്റെ ജീവിതത്തിനകത്ത് നാളുകളായി നിന്റെ കരങ്ങളിൽ ലഭിക്കേണ്ട ചില നന്മകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, ഈ നാളുകളിൽ ദൈവവചനം നിന്റെ ഹൃദയത്തിനകത്ത് പരിവർത്തനം വരുത്തുമ്പോൾ നീ ആഗ്രഹിക്കാത്ത നിലവാരത്തിൽ ദൈവം ചില നന്മകൾ നിന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ദൈവം ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിനകത്ത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് 6 അനുഗ്രഹങ്ങളെ 12-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ അബ്രഹാം ചെയ്ത 3 കൂട്ടം കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ചിലതിനെ വിട്ടുകളയണം. പ്രൈസ് ദി ലോർഡ്. ചിലതിനെ പുതുക്കി പണിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മനസ്സു പുതുക്കി ദിനവും ഒരു രൂപാന്തരം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു. കേൾപ്പിക്കപ്പെട്ട ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ദൈവജനത്തോട് പ്രസ്താവിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതലുകൾ ഇവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളുകളായി ഉത്തരം കിട്ടാത്ത പല വിഷയങ്ങൾക്കകത്തും ഈ രാത്രിയിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ റീനോടുള്ള ബന്ധത്തെ ഒരു ദൂത് വിളിച്ചു പറയാ. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഒന്നിനെ കണ്ടു ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഒന്നിനെ കണ്ടു പേടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്തുള്ളവൻ ലോകത്തെക്കാൾ വലിയവനാണെന്ന ബോധ്യം ഹൃദയത്തിനകത്ത് ഉണ്ടാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പലതും ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഭയത്തിനിടയ്ക്കും തൻ്റെ ശിഷ്യന്മാരെ വിടുവിച്ച ദൈവം ഇന്ന് രാത്രി ഭയപ്പെടുന്ന ചില വിഷയങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവം മാറ്റി നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂത് വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ 3 കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ കേൾപ്പിക്കപ്പെട്ട വചനത്തിനു മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഈ അനുഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ചില വസ്തു സംബന്ധമായ വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെടുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ അതിനകത്ത് ചില മാറ്റങ്ങൾ ദൈവത്തിന് വരുത്തുവാൻ ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരമില്ലയോ എന്ന് ചോദിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അബ്രഹാമിന് വേണ്ടി വെളിപ്പെട്ട ദൈവം നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ചന്ദ്രശേ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ മാനസികമായി സമ്മർദ്ദപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില നന്മകൾ നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. 2026 തീരുന്നതിന് മുമ്പ് ഭവനത്തിനകത്ത് ഒരു വലിയ വിടുതൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും നാളുകളായി ഇതിനകത്ത് ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില നല്ല ജോലിക്ക് വേണ്ടി പലപ്പോഴും ശ്രമിച്ചു, പക്ഷെ ഇതുവരെ അത് കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പലയിടങ്ങളിൽ നിന്ന് ഇന്റർവ്യൂ ഒക്കെ ലഭിക്കും, പക്ഷേ അത് പേപ്പർ ലഭിക്കാത്ത വിധം തടയപ്പെടുന്ന ചില വാദഗതികളുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് തീരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, 3 മാസം തീരുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ചില പുതിയ വഴികളെ ദൈവം ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ജസ്നെ എന്ന് പറയുന്ന സഹോദരി ജീവിതത്തിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി നീറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ വഴി നിനക്ക് വേണ്ടി ദൈവം തുറക്കും. പ്രൈസ് ദി ലോർഡ്. 3 മാസം തീരുന്നതിന് മുമ്പ് അതിന് ചില അടയാളങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതകരമായ വിടുതൽ അയച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളാരും വിഷമിക്കേണ്ട. പറയപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കുന്ന ദൈവം വേഗത്തിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഉത്തരമരുളും. ഇന്ന് രാത്രിയിൽ എനിക്ക് അവസരങ്ങൾ ഒരുക്കി തന്ന ഈ പ്രയർ ഗ്രൂപ്പിനോടുള്ള നന്ദിയും അതിന് മുഖാന്തരമായ പ്രിയ ബീന സിസ്റ്ററും പ്രിയ റീന സിസ്റ്ററോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ എളിയവനെ ഓർക്കണമേ.